അനുഗ്രഹിക്കപ്പെട്ടതായ ആരാധന യോഗത്തിനായി വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു. Praise and thank God for the blessed worship that He has given us. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വേഗം എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Because of the lack of time, I'm directly getting into the topic. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 23-ാം സങ്കീർത്തനം വളരെ ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ആശയമുണ്ടായിരുന്നു. A while ago, I was actually studying on Psalms 23, and there was a few thoughts that came into my mind. ഈ സങ്കീർത്തനങ്ങളിൽ പലതും യെരൂശലേം ദേവാലയത്തിൽ യഹൂദന്മാർ പാടി ആരാധിച്ചതായ ഗാനങ്ങളാണ്. Among most of the psalms are the psalms that are actually sang as a worship by Jews in the Jerusalem temple. ഇതര ഭാഷകളിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ആ പദ്യ സ്വഭാവം മാറി, അത് ഗദ്യങ്ങളായിട്ട് മാറി. So when it got translated to many languages, the poetic version actually changed into what we read now. അപ്പോൾ അത് എനിക്കൊരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നൽകിയതായ ഒരു ആശയം. ഈ 23-ാം സങ്കീർത്തനം അതിനകത്ത് വലിയ മാറ്റങ്ങളില്ലാതെ അതിനെ ഒരു ഗാനമായിട്ട് രൂപപ്പെടുത്തുക. So God gave me an vision that Psalms 23, instead of changing, like not much changing on from that, I wanted to sing on from Psalm 23. അപ്പോൾ വലിയ എഫേർട്ട് ഇല്ലാതെ അത് ഒരു ഗാനരൂപത്തിലാക്കുക. So without much effort, I wanted to turn into a song. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതായ ഒരു ഗാനത്തിൻ്റെ ട്യൂൺ അത് യഹോവ ഈരെ എന്നുള്ള പാട്ടാണ്. So the tune that came into my mind is from Jehovah Jireh. ഇന്ന് അവിടെ നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീം ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. So I was surprised when we sang that particular song. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആരാധന യോഗത്തെ കോർഡിനേറ്റ് ചെയ്യുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And I praise and thank God for His Holy Spirit that is guiding us through the worship. ഈ ഒരു സമർപ്പണ ഗാനത്തോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. So let me start my thought with this wonderful song. എനിക്ക് അനുവദിക്കപ്പെട്ടതായ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Within the time allocated to me, I will conclude my message. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കു മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലെന്നെ കിടത്തും, എന്നെ വഴി നടത്തും. സ്വസ്ഥതയുള്ള വെള്ളമേനിക്കായി ഒരുക്കിടുമനുദിനവും. സ്വസ്ഥതയുള്ള വെള്ളമേനിക്കായി ഒരുക്കിടുമനുദിനവും. നീ എന്നിടയൻ, നീ എന്നിടയൻ, നീ എന്നിടയൻ എന്നുമേ. നീ എന്നിടയൻ, നീ എന്നിടയൻ, നീ എന്നിടയൻ എന്നുമേ. Let's bow down our heads in prayer. Our loving Father, together as the body of Christ this morning, we declare that you are our good shepherd, and every blessing that we are enjoying in our day-to-day life is your gift. Father, this morning, as I speak, anoint each and every word, and help us to understand your purpose in our lives. May every word heals the bruises and wounds of those who have in our midst, those who are going through struggles, those who are going through trials. If there is anybody who has come to this sanctuary with a broken heart, let every word heal their wounds. We ask you in the name of our Lord and Savior Jesus Christ. Amen. Praise God. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ ഭാഗമാണ് യോന പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം. Let's read from Jonah chapter 2 verse 1. From inside the fish, Jonah prayed to the Lord his God. ദയവായിട്ട് ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോന
മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. From the inside of the fish, Jonah prayed to the Lord his God. ഇന്ന് ആ ഒരു യോനയുടെ പ്രാർത്ഥനയിൽ നിന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിയമിക്കുകയാണ്. The Holy Spirit is deviating me from the prayer of Jonah. ദൈവത്തിനൊരു പ്രത്യേകമായ തിരഞ്ഞെടുപ്പുകളുണ്ട്. God always have a specific purpose in our life. ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തമായ ചില പ്ലാനുകളുണ്ട്. So each and everyone who is sitting here, God always have a purpose and plan for us. നമ്മെക്കുറിച്ച് എല്ലാവരെയും കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. And he always have a plan for all of us. പക്ഷെങ്കിൽ പലർക്കും ആ പ്ലാൻ എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. But the saddest thing is that we are not able to recognize what is the plan of God for us. എന്തുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം സമുദ്രത്തിൻ്റെ അടിവാരങ്ങളിലൂടെ ഒഴുകി നടന്ന ഒരു തിമിംഗലത്തെ യോനയെ രക്ഷിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ നിനവയിൽ എത്തിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തു? And we always think that why God actually took a whale from the depth of the sea to help Jonah so that he can deliver Jonah. എന്തുകൊണ്ട് ഒരു ഡോൾഫിനെ ദൈവം തിരഞ്ഞെടുത്തില്ല? Why God did not select a dolphin? ഈ സീവേൾഡിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഡോൾഫിനുകളുണ്ട്. അതിനെ അറിയപ്പെടുന്നത് ബോട്ടിൽ നോസ് ഡോൾഫിനുകൾ എന്നാണ്. So the dolphins that we see, we hear, it's called as the bottlenose dolphin. ഈ വിഭാഗത്തിലുള്ളതായ ഡോൾഫിനുകൾ മനുഷ്യരോട് വളരെയധികം സൗഹൃദം പുലർത്തുന്നതായ ഒരു സസ്തന ജീവിയാണ്, അഥവാ ഒരു മാമലാണ്. So this dolphin is a mammal who is so much, close to the human beings. ഇതിൻ്റെ വായ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു കർവേച്ചർ ഉണ്ട്. അത് ഇങ്ങനെ നീണ്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അത് കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബിൽറ്റ് ഇൻ സ്മൈൽ. അവിടെ അത് ചിരിച്ചില്ലെങ്കിൽ അത് ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. So the curvature that the dolphin has on his face, even though it doesn't laugh, it feels like it's smiling towards us. അതിശോക്തിയല്ല, സമുദ്രത്തിൽ കപ്പലപടങ്ങളിൽപ്പെട്ട് മുങ്ങിത്താഴുന്ന അനേകരെ ഈ ഡോൾഫിനുകൾ രക്ഷിച്ചിട്ടുണ്ട്. So it's a fact that this dolphin has helped many people who have been drawing into the sea. സ്രാവുകൾ ആക്രമിച്ചതായ നിരവധി മനുഷ്യരെ കരയ്ക്ക് അതുകൊണ്ട് എത്തിച്ചിട്ടുണ്ട്. So the shark that has been attacking people, this dolphin has helped the same human beings to save their life. ഈ യൂട്യൂബിൽ തന്നെ ഞാൻ ഒരു ഷോർട്ട് ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഉല്ലാസ യാത്രയ്ക്ക് ഒരു ബോട്ടിൽ പോയിരുന്നതായ ആ ബോട്ടിൽ നിന്നും വഴുതി താഴെ വീണു പോയതായ ഒരു പെറ്റ് ഡോഗിനെ ഒരു ഡോൾഫിൻ അതിൻ്റെ പുറത്തിരുത്തിക്കൊണ്ട് അവർ ബോട്ടിൽ എത്തിക്കുന്നതായ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen a video in YouTube where a dog has been fell into the sea and the dolphin has helped the dog to get into. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അവർ വല വീശി മീൻ പിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡോൾഫിനോ അല്ലെങ്കിൽ ഒരു ഡോൾഫിൻ കുഞ്ഞോ അതിനകത്തുണ്ടെങ്കിൽ വളരെ വാത്സല്യത്തോടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവർ വീണ്ടും അവയെ സമുദ്രത്തിലേക്ക് മോചിപ്പിക്കും. So therefore even the fishermen, if they are accidentally caught dolphin or baby, they care for them and they leave back to the sea. ഈ തിമിംഗലങ്ങളും ഡോൾഫിനുകളും എന്ന് പറയുന്നത് സമുദ്രത്തിലെ ബ്രെയിനിയാക്ക് എന്നാണ് അറിയപ്പെടുന്നത്, അസാധാരണ ബുദ്ധിശക്തിയുള്ളതായ ജീവികൾ. So the whale and dolphins are called as when they have an extra intellectual intelligence they have. മനുഷ്യരോട് ഇത്രമാത്രം സൗഹൃദമുള്ള അടുപ്പമുള്ളതായ ഒരു ഡോൾഫിനെ എന്തുകൊണ്ട് യോനയെ രക്ഷിക്കുവാൻ തക്കോണം ദൈവം നിയോഗിച്ചില്ല? So the dolphin is so much friendly with human. Why didn't God select dolphin to save Jonah? ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. So I know this is a hypothetical question. ഡോൾഫിനെ ആ ദൗത്യം ഏൽപ്പിച്ചിരുന്നെങ്കിൽ അത് ഭംഗിയായി അതിന് ചെയ്യുവാൻ കഴിയുമായിരുന്നു. So if dolphin was selected for that purpose, that dolphin would have done perfectly. പിന്നെ എന്തുകൊണ്ട് ദൈവം ആ ദൗത്യം ഒരു ഡോൾഫിനെ ഫലമേൽപ്പിച്ചില്ല? But why didn't God not select a dolphin to do that purpose? ഈ ടൈറ്റിൽ പേജിൽ നമ്മൾ ആദ്യം കാണുന്നത് ബ്ലൂ വെയിൽ, രണ്ടാമത് ഡോൾഫിൻ, മൂന്നാമത് ഓർക്ക എന്നുള്ളതായ ഒരു തിമിംഗലം. So in this picture we see blue whale, dolphin and orca. ദൈവം സൃഷ്ടിച്ച ഓരോ ജീവികൾക്കും വ്യത്യസ്തമായ ചില ദൗത്യങ്ങളുണ്ട്. So every creature that God has created, it has its own purpose. എന്തുകൊണ്ട് ഒരു ഡോൾഫിനെ ദൈവം ആ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല? Why God did not select a dolphin to do this purpose? അതിന്റെ രണ്ട് കാരണങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. So two thoughts came into my mind. ഒന്ന്, ദൈവം സൃഷ്ടിച്ചതായ മത്സ്യമൃഗാദികളെ മൃഗങ്ങൾ ഇതിനെല്ലാം ദൈവത്തിന് പൂർണ്ണ വിശ്വാസമാണ്. So every creature that God has created, God actually have faith in that creatures. അവയോട് എന്തെങ്കിലും ദൈവം കൽപ്പിച്ചാൽ അത് ഒരു കുറവുമില്ലാതെ
ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുമെന്നും ദൈവത്തിനറിയാം. And God knows that if he asks any of the creatures to do certain things, that will definitely do. പക്ഷേ അത്രത്തോളം ദൈവത്തിന് ഉറപ്പില്ലാത്തവരാണ് മനുഷ്യർ. But he doesn't have the same faith when it comes to human. അതിന്റെ കാരണം ദൈവം ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതനുസരിക്കുവാനും അനുസരിക്കാതെ ഇരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. The main reason for that is the man has a free will that he can either be obedient or disobedient. യോനാ ശ്രേഷ്ഠനായ പ്രവാചകനാണെങ്കിലും അനുസരണക്കേട് കാണിച്ച് ഒളിച്ചോടിയവനാണ്. Even though Jonah was a prophet, he was disobedient to the word of God. കപ്പൽ തകർക്കത്തക്കതായ പെരുങ്കാറ്റടിച്ചിട്ടും കുലുങ്ങാത്ത വ്യക്തി. He is a man who even though the ship was wrecking, he was still strong in his decision. കപ്പൽ ആടി ഉലഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി സുഖനിദ്രയിൽ ആണ്ടതായ വ്യക്തി. Even when the ship was about to break, he was inside the basement of the ship and he was sleeping. ഈ അനുസരണം കെട്ട പ്രവാചകനെ ഡോൾഫിന്റെ പുറത്തിരുത്തി തീരത്തെത്തിക്കാമെന്ന് ചിന്തിച്ചാൽ ആ അനുസരണം കെട്ടവൻ ഡോൾഫിന്റെ പുറത്തു നിന്ന് ഈ വെള്ളത്തിലോട്ട് ചാടിയാൽ എന്താണ് സംഭവിക്കുന്നത്? So if God decided to use dolphin to save Jonah, he can easily jump from the back of the dolphin. രണ്ടാമത്തേത്, നിനവേയുടെ തീരത്തെത്തുന്നതിന് മുൻപ് ഈ പ്രവാചകൻ ഒട്ടും വിശ്വസിക്കുവാനൊക്കത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിന് അടിയന്തരമായ ഒരു ചികിത്സ ആവശ്യമാണ്. And so even if once he reaches the seashore of the Nineveh, there will be a medical emergency that is needed for him. ആ യോനയുടെ ആത്മീക ജീവിതത്തിന് തടസ്സമായ ചില രോഗങ്ങൾ ഈ പ്രവാചകനിലുണ്ട്. So there are certain diseases that just prophet Jonah have. ഒന്നാമത്തെ യോനയുടെ പ്രശ്നം, അദ്ദേഹം ശ്രേഷ്ഠ പ്രവാചകനാണെങ്കിലും തൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നവനാണ്. So he is a prophet. If things doesn't go according to his plan, he will burst. അത് കപ്പലിൽ നന്നായി തെളിയിച്ച വ്യക്തിയാണ് യോന. And he has shown that when he was in ship. സമുദ്രം മേൽക്കുമേൽ കോപിച്ചപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണം? So when the people asked them, what should we do when the ship was about to destroy? മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യമുള്ള യോന പറഞ്ഞു, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ടേക്കാൻ പറഞ്ഞു. So the angry Jonah said, throw me into the sea. അദ്ദേഹം അതുപോലെ മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യമുള്ള ഒരു മനുഷ്യനാണ്. So he is a very angry man. രണ്ടാമത്, അദ്ദേഹത്തിന്റെ കോപം നിയന്ത്രിക്കുവാൻ കഴിയാത്തതായ കോപം. And he also have an uncontrollable anger or temper. നിനവയെ ദൈവം നശിപ്പിക്കുമെന്നാണ് യോന കരുതിയത്. So Jonah thought that God is going to destroy Nineveh. അത് നടന്നില്ല. And it didn't happen. എന്നാൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ മരിക്കാനും മടിയില്ലാത്ത വ്യക്തിയാണ് യോന. And this person is a person who is ready to die if the things doesn't go according to his plan. ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാം സംഭവിക്കണം. And I want everything to go according to my plan. അത് ദൈവം അവനെ നശിപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ യോന പ്രാർത്ഥിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ നാം പറയുന്നത്, ആകിയാൽ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. So even in chapter 4 he is saying that take away my soul. I don't want to live. 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം യോനയോട് ചോദിക്കുന്നു, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ യോന പറയുന്നത്, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. Amen. Verse 9 it says, but God said to Jonah, do you have a right to be angry about the wine? I do, he said. അപ്പോൾ ഈ യോനായ്ക്ക് ഈ ആവണക്കുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു നിമിഷം കൊണ്ട് ദൈവം മുളപ്പിച്ച് വരുത്തതായ ഈ ആവണക്ക് എൻ്റെ പേരിൽ പറയണം, മരണപര്യന്തം കോപിക്കുന്നത് നല്ലതാണ്. So he doesn't have any relationship with this wine, but still he was ready to die because of this wine. ഈ അനുസരണക്കേട് മുൻകോപവുമായി യോന നിനിവേയിൽ എത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. And God clearly knows that if he goes to Nineveh with this temper and disobedience, the things will go aside. ഇതിന് യോനയ്ക്ക് അടിയന്തരമായ ചികിത്സ ആവശ്യമുണ്ട്. അത് ഡോൾഫിന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്താൽ അത് നടക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. And therefore God knows that he needs treatment. So if he goes behind the dolphin, it's not going to happen. അതുകൊണ്ട് തന്നെയാണ് യഹോവയായ ദൈവം മഹാമത്സ്യത്തിന്റെ ഉദരം യോനയ്ക്ക് വേണ്ടി ഒരു ICU intensive care unit ആയിട്ട് രൂപാന്തരപ്പെടുത്തിയത്. And that's the reason God actually selected whale and made it an ICU to save Jonah. ആ പരിമിതിയിൽ ചികിത്സിച്ചെങ്കിൽ മാത്രമേ രോഗം ഭേദമാകൂ എന്ന് സൃഷ്ടിച്ചവനായി ദൈവത്തിന് നല്ലതുപോലെ അറിയാം. And the creator exactly knows how to treat Jonah. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഡോൾഫിന്റെ പുറത്ത് നിന്ന് യോന യാത്ര ചെയ്തിരുന്നെങ്കിൽ മിക്കവാറും അവൻ നിലവയിലെത്തുകയില്ലായിരുന്നു. And another thing is that if he decided to ride on dolphin, he will never reach Nineveh. യോനയ്ക്ക് അത് മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് മനസ്സിലായി.
അവിടെ ഒരു സ്പിരിച്വൽ വാർഫെയർ നടക്കുവാൻ പോകുകയാണ്. And even though Jonah didn't understand, God knows that there is going to be a spiritual war. പിശാചിന് മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു ഡോൾഫിന്റെ പുറത്തിരുന്നു കൊണ്ട് നിനവയിലേക്ക് യാത്രയായി കഴിഞ്ഞാൽ അന്ധകാര ശക്തിയുടെ സകല വ്യാപാര ശക്തികളും യോനയെ ആ മഹാസമുദ്രത്തിൽ മുക്കിക്കളയുവാൻ തക്കവണ്ണം ഒരുമിച്ച് പോരാടുമായിരുന്നു. So when we do go according to the plan that we have in our mind, the devil will definitely attack Jonah and Jonah will never reach Nineveh. എന്താണ് പിശാചിന് ഇത്രമാത്രം വാശിയുള്ളത്? And why this devil is so angry? പ്രിയ ദൈവജനമേ, ഒന്നോ രണ്ടോ പേരല്ല, 1,20,000 ചില്ലുവാനും പിശാചിന്റെ അരുമ സന്തതികളും രക്തദാഹികളുമായ 1,20,000 ചില്ലുവാനും മനുഷ്യരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കുവാൻ തക്കവണ്ണം അന്ധകാര ശക്തി അതിന് ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തിരിക്കും. And the devil, the dark side, they will do anything so that this 1,20,000 people will not be saved and turned into God. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിശാചിന് പ്രശ്നമല്ല. And the devil doesn't care if we pray. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പിശാചിന് പ്രശ്നമല്ല. Many things that we do, he doesn't care. എന്നാൽ അവന്റെ കോട്ടയിലേക്ക് ചെന്ന് അന്ധകാരത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ഇറങ്ങി തിരിച്ചാൽ അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അന്ധകാര ശക്തിയുടെ സകലവരും ഒരുമിച്ച് കൂടുവാനിടയായി. But the devil and his angels will definitely try everything. If someone tries to get into his kingdom and try to save the people who have been slaved by the devil and save them so that they can bring into God's kingdom, and he will do anything to attack. ഇനിയും ഇവിടെ നമ്മൾ കണ്ടതായ ഓർക്ക. Let's talk about Orca. അതിനെ എന്തുകൊണ്ട് ദൈവം ഫലമേൽപ്പിച്ചില്ല? Why God did not choose Orca? കാരണം അതിനെ ഈ കില്ലർ വെയിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. So it's called as a killer whale. തിമിംഗലങ്ങളൊക്കെ ജെന്റിൽ ജയന്റ്സ് എന്നാണ് അറിയുന്നത്. And whales are known as the gentle whales. അത്രത്തോളം വലിയ ആകാരമുണ്ടെങ്കിൽ തന്നെയും അതിന് വളരെ ജെന്റിലായിട്ടാണ് മനുഷ്യരോട് പെരുമാറുന്നത്. Even though it is a very big creature, it still shows gentleness to the human being. എന്നാൽ ഓർക്കകൾ അങ്ങനെയല്ല. അത് അതിശക്തമായി മറ്റുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ കടൽ ജീവികളെ ഹണ്ട് ചെയ്യുന്നതായ ഒരു മത്സ്യമാണ്. But orca is a creature that will hunt any creatures that comes into space. 200 മെട്രിക് ടൺ ഭാരമുള്ള അല്ലെങ്കിൽ 100 അടിയോളം നീളമുള്ളതായ ഈ നീല തിമിംഗലങ്ങളെ വരെ ഈ ഓർക്കകളുടെ കൂട്ടങ്ങൾ ഒരുമിച്ച് ആക്രമിച്ച് അതിനെ നശിപ്പിക്കാറുണ്ട്. This orca together they can actually go and kill and hunt this blue whale which is 200 metric ton or 100 feet. ഇതിനെയും ദൈവത്തിന് വിശ്വാസമില്ല, അങ്ങ് കൊണ്ടെത്തിക്കുമെന്നതിനുള്ളതിന് ദൈവത്തിന് ഉറപ്പില്ലായിരുന്നു. And even God did not have faith in that orca that it will do his purpose. യോനയെ നിനവേയിൽ എത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നത് ഒരു നീല തിമിംഗലത്തെയാണ്. And the only creature that God had faith that Jonah will be reached Nineveh is that blue whale. അതിന്റെ അതിശ്രേഷ്ഠമായ ആ ദൈവിക പദ്ധതി പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ഈ മഹാമത്സ്യത്തിനുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്താണ്? And what is the speciality of that this blue whale had that God has to choose this blue whale? ദൈവം തന്നെ ഫലമേൽപ്പിച്ചതായ അല്ലെങ്കിൽ നീല തിമിംഗലത്തെ ഫലമേൽപ്പിച്ചതായ ആ ദൗത്യം പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ആ മഹാമത്സ്യം അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ ഇന്ന് മനുഷ്യരെന്ന് അല്ലെങ്കിൽ ദൈവമക്കളെന്ന് കരുതുന്ന നമുക്കൊക്കെ ഒരു വെല്ലുവിളി തന്നെയാണ്. And the things that the challenges that the blue whale has to go through in order to have that purpose, even it's a challenging even now for us. ഒന്നാമത് ഈ തിമിംഗലം ചില കാര്യങ്ങൾ മാത്രം ഞാൻ വളരെ വേഗം ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. Let me remind you certain things. ഒരു നീല തിമിംഗലത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 70 മുതൽ 90 വയസ്സ് വരെയാണ്. The age for the whale that usually lives is like 70 to 90. അപ്പോൾ യോനയെ നിനവേയിൽ കൊണ്ടെത്തിക്കുന്നുള്ളതായ തീവ്രമായ ട്രെയിനിങ് പതിറ്റാണ്ടുകൾ നീണ്ടു എന്നാണ് ഞാൻ കരുതുന്നത്. So the trainings that this blue whale received might be decades. എന്തുകൊണ്ടാണ് ദീർഘമായ വർഷങ്ങൾ അത് നീളുവാൻ ഇടയായത്? Why did it went through all these things in these years? 1,20,000 പാപികൾ ദുഷ്ടന്മാരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയിൽ ഒരു തെറ്റ് പോലും പറ്റരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. So God always wanted that I have to save 1,20,000 people and I do not want any mistakes to happen in that purpose. അപ്പോൾ ആ പരിശീലനത്തിൽ ഒരു അലംഭാവം ഉണ്ടാകുവാൻ പാടില്ല. So therefore that training there should not be any issue with that training. ഉസൈൻ ബോൾട്ട് എന്ന പേരുള്ളതായ വളരെ ഒരു അത്ലീറ്റ് ഉണ്ട്. There is an athlete that we know Usain Bolt. 3 ഒളിമ്പിക്സ് മത്സരങ്ങളിലൂടെ 8 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയതായ ജമൈക്കൻ സ്പ്രിന്ററാണ്
ഉസൈൻ ബോൾട്ട്. And he is an athlete who received 8 gold medals in last 3 Olympics. അതിൽ തന്നെ 3 ഐറ്റത്തിന് അദ്ദേഹം റെക്കോർഡ് ഭേദിച്ച വ്യക്തിയാണ്. And among that, in 3 items, he actually broke his record. അപ്പോൾ ഈ 8 സ്വർണ്ണ മെഡലുകൾ നേടുവാൻ തക്കവണ്ണം അദ്ദേഹം ട്രാക്കുകളിലാകെ ഓടിയത് 115 സെക്കൻഡുകൾ മാത്രമാണ്. In order to get that record and gold medal, he only ran in that track in only 120 seconds. ഈ 115 സെക്കൻഡുകൾ ഓടി 8 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഉസൈൻ ബോൾട്ട് അതിൽ കൂടി സമ്പാദിച്ചത് $119 ദശലക്ഷം. And within 115 seconds that he ran, he actually got $115,000. $119 ദശലക്ഷം. Okay, 119 lakh million dollars. ഇത് കേൾക്കുന്ന നമ്മിൽ പലർക്കും തോന്നും ഈ ദൈവം ഇത്തരം പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമായിരുന്നില്ല. ഇല്ല, നേരെ ഓട്ടക്കളത്തിലോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ എന്തുമാത്രം കാശ് സ്വന്തമാക്കാമായിരുന്നു. We may think that instead of going for studies, we would have just ran and got this money. പക്ഷേ ഉസൈൻ ബോൾട്ടിന് 8 ഗോൾഡ് മെഡലുകൾ കിട്ടുവാൻ തക്കവണ്ണം അദ്ദേഹം അതിന് കൊടുത്ത വില നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. The value that he has had to pay in order to get that 8 medal is actually surprising. ഈ 115 സെക്കൻഡുകൾ ട്രാക്കുകളിൽ ഓടുവാൻ തക്കവണ്ണം അദ്ദേഹം പരിശീലനം നടത്തിയതായ സമയം എത്രയാണെന്ന് അറിയാമോ? 1-2 വർഷമല്ല, ദീർഘമായ 20 വർഷങ്ങൾ. So in order to run that 115 seconds in that running race, he had to spend 10 years or 20 years practicing for that running. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ തക്കവണ്ണം ഈ മഹാമത്സ്യം മാറ്റിവെച്ചത് ഒരു പുരുഷായുസിന്റെ നല്ലൊരു ഭാഗമാണ്. So in order to have that purpose, God's purpose to do by this blue whale, it has spent all the 70 years. നമ്മുടെ ദൈവം നൽകിയ മനോഹരമായ ജീവിതത്തിൽ എത്ര സമയം ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം ചിലവഴിക്കുന്നു എന്ന് ഈ പകൽക്കാലം ശോധന ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. Let's examine ourselves in our life. How much time are we spending in order for the kingdom of God? രണ്ടാമത് ഈ തിമിംഗലം അനുഭവിച്ചതായ ത്യാഗം, The second thing that the blue whale has to go through is ഇതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് 40 ദശലക്ഷം ക്രില്ലുകളാണ്. And the food that the blue whale has to do is like 40 million tons. ഷ്രിംപ് അല്ലെങ്കിൽ പ്രോൺസ് തുടങ്ങി അതുപോലെ സൈസ് ഉള്ളതായ ഒരു ജീവിയാണ് krill എന്ന് പറയുന്നത്. And there is another creature called krill. It is the size of a shrimp. അപ്പോൾ 40 ദശലക്ഷം ക്രില്ലുകളെ ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് നീലത്തിമിംഗലം. So 40 million krills is what his food is. അല്ലെങ്കിൽ മറ്റൊരു ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അത് ഭക്ഷിക്കുന്നത് 8000 പൗണ്ട് krill. And one day it actually ate 8,000 krills. മാനുഷികമായ നിലയിൽ ചിന്തിച്ചാൽ യോനിയെ വിഴുങ്ങുന്നതിന്റെ 2-3 ദിവസം മുമ്പെങ്കിലും അത് ഉപവാസം ആരംഭിച്ചിരിക്കണം. So if we have to think that it might be fasting like at least 2 to 3 days before it actually swallowed Jonah. ഒരു ദിവസം 2-3 പൗണ്ട് ആഹാരം കഴിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപവാസം അത്ര വലിയൊരു വിഷയമല്ല. If we as a person, if we just eat 1 or 2 kg of food, and it's not a big deal for us taking fasting. പക്ഷേ ഒരു ദിവസം 8000 പൗണ്ട് ഭക്ഷണം കഴിക്കുന്നതായ ഒരു തിമിംഗലത്തെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസം ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മഹത്തായ ത്യാഗമാണ്. And it's a very great sacrifice by the blue whale, which eat 8,000 pounds of krills every day, and it's not easy for it. യോന ഉപവസിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം 2 കാരണങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. There are 2 thoughts that came into my mind why I said Jonah fasted. ഒന്നാമത്തെ കാര്യം, യോന ഈ ഉദരത്തിൽ കടന്നു വരുമ്പോഴും ഇത് ഭക്ഷിക്കുന്നുവെങ്കിൽ ഈ യോനയുടെ പുറത്തേക്ക് വീഴുവാൻ പോകുന്നത് 8000 പൗണ്ട് തൂക്കമുള്ളതായ ആഹാരമാണ്. So the first reason is that if Jonah was inside the belly of the fish, then there's 8,000 pounds of krill will be falling in his face. അങ്ങനെയാണെങ്കിൽ യോനയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. Now we can imagine what will be the condition of Jonah. രണ്ടാമത്, അത് ഈ തിമിംഗലം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദഹന പ്രക്രിയ പ്രവർത്തനക്ഷമമാകും. ചുരുക്കത്തിൽ അതിന്റെ ഉദരത്തിൽ യോന ദഹിച്ചില്ലാതെയായി തീരും. And if the blue whale eat all those 8,000 pounds, its digestion starts and Jonah will also get digested. അതുകൊണ്ട് തന്നെ സ്വർഗ്ഗത്തിലെ ദൈവം ഒരു കമ്പൽസറി ഫാസ്റ്റിംഗ് അവിടെ പ്രഖ്യാപിച്ചു. So therefore God the creator actually done a mandatory fasting for blue whale. മൂന്നാമത് അത് അനുഭവിച്ചതായ ത്യാഗം,
The third challenge that blue whale has to go through. ദൈവം കൽപ്പിച്ചു നീ യോനയെ ചെന്ന് വിഴുങ്ങണം. And God commanded blue whale to go and swallow Jonah. കപ്പലിന്റെ സ്പീഡ് ഈ തിമിംഗലത്തിന് അറിയത്തില്ല. This blue whale doesn't know the speed of the ship. ആ കപ്പലിന്റെ വേഗതയ്ക്കനുസരിച്ച് ഈ തിമിംഗലം മുൻപോട്ട് നീങ്ങണം. And this blue whale has to go at the same speed that ship goes. ആ തിമിംഗലത്തിന് അതിന്റെ പരിമിതികൾ നല്ലതുപോലെ അറിയാം. This whale knows its limitations. മിനിമം അതിന്റെ കഴിവെന്ന് പറയുന്നത് 5 മൈൽ സ്പീഡിൽ അതിന് ഓടുവാൻ കഴിയുകയുള്ളൂ. And only 5 miles an hour it actually can run. പരമാവധി 20 മൈൽ സ്പീഡിൽ അതിന് നീന്തുവാൻ കഴിയും. Maximum 20 mile speed that it can swim. പക്ഷേ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഏതു വശത്ത് യോനയെ വലിച്ചെറിയുമെന്ന് ഈ തിമിംഗലത്തിന് അറിയത്തില്ല. And the whale doesn't know that which side of the ship or the sea the Jonah will be thrown. യോനയെ അന്നേരം തന്നെ വിഴുങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെ വെട്ടി വിഴുങ്ങുവാൻ തയ്യാറായി നിൽക്കുന്ന കൊമ്പൻ സ്രാവുകളുടെ മധ്യയാണ് ഈ തിമിംഗലമായിരിക്കുന്നത്. And the blue whale knows that if he does not swallow Jonah right on time, there will be sharks that will kill Jonah. എന്തുമാത്രം സ്ട്രെസ്സിലൂടെയാണ് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഈ തിമിംഗലം കടന്നു പോകുന്നത്. And with a lot of mental stress that the blue whale is going through. കാരണം ഇസ്രായേലിന്റെ തേരും തേരാളിയുമായവനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിനവേയുടെ തീരത്തെത്തിക്കുക എന്ന ശ്രേഷ്ഠമായ ദൗത്യത്തിന് വേണ്ടി അതിനെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിയെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. And we see a whale that surrender himself for the Lord for the greatest purpose that he can swallow the prophet Jonah and send him to Nineveh. പ്രിയ ദൈവജനമേ, ഞാൻ ഇത്രയും വിവരിച്ചത് ഒരൊറ്റയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാനാണ്. And I explained all these things just to ask you one question. സംസാരിക്കുവാൻ കഴിവില്ലാത്ത, നമ്മെക്കാളും നമ്മുടെ എത്രത്തോളം ബുദ്ധിശക്തി ഇല്ലാത്ത, അല്ലെങ്കിൽ അനേകവിധമായ പരിമിതികളുള്ള ഒരു മഹാമത്സ്യം ദൈവത്തിന്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കുവാൻ തക്കവണ്ണം അതിനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അനേക ത്യാഗങ്ങൾ മനസ്സോടെ ഏറ്റെടുത്തു. And we know that this blue whale does not speak, does not have any, there are a lot of limitation it has, but it surrender his life for the purpose, the greater purpose of God, so he can be obedient to the Lord. നാം ദൈവമക്കളാണ്. സംസാരിക്കുവാനും ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും വിവേകത്തോടെ പെരുമാറുവാനും കഴിവുള്ള ദൈവ സൃഷ്ടിയുടെ മണിമകുടമെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ ദൈവം ഫലമേൽപ്പിച്ച ദൗത്യം എന്താണെന്ന് നമ്മിൽ എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? And we are a man who has lot of intelligence inside us. We know everything that we need, but how many of us know the purpose of God that has placed in us? നമ്മൾ പല ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. We do a lot of ministry for the Lord. ആരാധന യോഗത്തിന് കടന്നു വരുന്നവരാണ്. We come to the church. ഇട ദിവസങ്ങളിലെ മീറ്റിങ്ങുകളിൽ നാം പോകുന്നവരാണ്. We attend the weekly meetings. പക്ഷേ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നാം ആരാധിക്കുന്നവരാണ്, അന്യഭാഷ സംസാരിക്കുന്നവരാണ്. എന്നാൽ ചോദ്യം, ദീർഘമായ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആത്മീക മണ്ഡലത്തിലായിരുന്നിട്ടും ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ദൗത്യം എന്താണെന്ന് ഇന്ന് വരെയും നമ്മിൽ എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? How many of us really know what is the purpose of God in my life? When we exactly know everything that in the scripture we worship God and we do everything, but how many of us do really know what is the purpose of God? എന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ദൗത്യം എന്താണെന്ന് അറിയുവാൻ ഒരു വലിയ റിസർച്ച് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. You do not have to do a lot of research to know the purpose of the Lord. സഹോദര, നീ കൃപയിൽ നിൽക്കുന്നവനാണെന്നുണ്ടെങ്കിൽ, if you are a person who is under the grace of God, സഹോദരി, സ്വർഗസ്ഥനായ പിതാവുമായിട്ട് ഓരോ ദിവസവും നീ ആശയവിനിമയം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ, if you are having a real conversation every day with the Lord, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ളതായ ദൈവികമായ ദൗത്യം തക്ക സമയത്ത് വെളിപ്പെടുത്തി തരുന്ന ഒരു സ്വർഗമാണ് നമുക്കുള്ളത്. and we have a God who will reveal his purpose to us on time. പക്ഷേ അതിന് ചില വ്യവസ്ഥകളുണ്ട്. But there are certain laws. ഒന്ന്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അഭിവാഞ്ച നമുക്കുണ്ടായിരിക്കണം. But we should have a desire to know the purpose of the Lord. ദൈവ ശബ്ദം ഏതു സമയത്തും കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകൾ തുറന്നിരിക്കണം. Our ears should be open always to hear the voice of the Lord. പല വിശ്വാസികളുടെയും കാതുകൾ തുറക്കുന്നത് സഭായോഗത്തിന് വരുമ്പോഴാണ്. And most of the time our ears gets open only when we come into the church. 2-3 മണിക്കൂറുകൾ അവരുടെ കാതുകൾ തുറന്നിരിക്കും. 2 or 3 hours maybe our ears will be open. വീണ്ടും അവരുടെ കാതുകൾ തുറക്കണമെങ്കിൽ അടുത്ത ഞായറാഴ്ച ആരാധന യോഗത്തിലേക്ക് കടന്നു വരണം. And again if they have to open their ears, they have to come back to the church. ഞാൻ പറയട്ടെ, ഏത് സമയത്തും നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന പിതാവായ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി
വേണ്ടി കാതോർത്തിരിക്കുന്ന എത്ര ജീവിതങ്ങൾ നമ്മുടെ മധ്യേ ഉണ്ട്. And how many of us are ready to always be ready to hear the voice of our Father so that we know the purpose of Him. ചിലപ്പോൾ അവിടുന്ന് നമുക്ക് ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത്. Sometimes we give a hint of that particular thing. ആ സൂചനകൾ സംഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള ഒരു ഏകാഗ്ര ഹൃദയം നമുക്ക് ആവശ്യമാണ്. And when we see certain hints or evidence, we should have that kind of mind that so that we can submit ourselves to the Lord. ആയുസ്സിന്റെ ഓരോ ദിനവും നല്ല ഇടയനായ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതലിന്, ഒരാടിന് ദൈവികമായ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം A കഴിയും. person who always spend his time with the Lord, he exactly know what is the purpose for him. എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് സഭാ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം. I came to the church ministry as it is an unexpected time. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മിനിസ്ട്രി ആഗ്രഹിച്ച വ്യക്തിയല്ല. And I'm not a person who actually wanted that particular ministry. ദൈവികമായ ദൗത്യം എന്നെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I was actually working on what is the purpose of the Lord for me. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. And I'm praying for that. പക്ഷേ പല സന്ദർഭങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായി സംസാരിച്ചു. മോർ ദാൻ എ പാസ്റ്റർ യു ആർ എ മിനിസ്റ്റർ. ഒരു നമുക്കൊക്കെയും എനിക്ക് മനസ്സിലായത് ഒരു സഭാ ശുശ്രൂഷകൻ തീർച്ചയായിട്ടും ശുശ്രൂഷിക്കുന്നതിന് മനോഭാവമുള്ള വ്യക്തിയാണ്. And I always know that the church pastor is always should have a serving mind. പക്ഷെ പൊതുവേ നമ്മുടെ ആത്മീക ഗോളത്തിൽ ആ ഓർഡറൊക്കെ മാറിപ്പോയി. And in our spiritual life, a lot of the orders has been displayed. പലപ്പോഴും ഒരുപക്ഷെ അതിശോക്തിയായിരിക്കും എങ്കിലും പറയുകയാണ് എപ്പിസ്കോപ്പൽ ആ രീതിയിലോട്ടൊക്കെ നമ്മുടെ സഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. And our churches are turning to be an episcopal churches. പക്ഷെ ഞാൻ ഈ പകൽക്കാലം ഓർപ്പിക്കട്ടെ, ദൈവം എന്നെ ഭരമേൽപ്പിച്ചത് അത് ഭരിക്കുക എന്നോ അല്ല ലീഡ് ചെയ്യുക എന്നുള്ള ഉപരി മിനിസ്റ്റർ ചെയ്യുക എന്നുള്ള ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. And I exactly know that God has a purpose for me. It's not more than having the authority, it's to be served the Lord. തകർന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തുവാൻ, to encourage the people who are broken hearted. വീണ് കിടക്കുന്നവനെ ചവിട്ടുവാൻ അല്ല, വീണ് കിടക്കുന്നവനെ വലങ്കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുവാൻ. Not so that I can give my right hand who have fallen and help him and strengthen him. തകർന്ന ജീവിതങ്ങൾക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് കരയുവാൻ തക്കവണ്ണം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതോർത്ത് വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു. And I praise and thank God for the ministry that He has given me so that I can pray for the poor. What is the purpose of our lives? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ദൗത്യം, നമ്മെ ഭരമേൽപ്പിച്ച ദൈവത്തിന്റെ ദൗത്യം എന്താണ്? What is the purpose of God, the purpose of life from God? നമ്മൾ പല ആത്മീക ശുശ്രൂഷ ചെയ്യുന്നവരാണ്. We do a lot of ministry. എന്നാൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നല്ല കാര്യമാണൊക്കെയും, പക്ഷെങ്കിൽ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പർപ്പസ് എന്താണെന്ന് ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയിരിക്കണം. If you should have a life goal in your life, you should know the purpose of God. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless us with His word.